കളിക്കുന്നതിനിടയിൽ അബദ്ധവശാൽ കിണറ്റിലേക്ക് വീണ തന്റെ സഹോദരനെ രക്ഷിക്കാനായി 15 വയസ്സുകാരൻ ഫർഹാൻ കിണറ്റിലേക്ക് എടുത്തു ചാടി അത്ഭുതകരമായി തന്റെ അനിയനെ രക്ഷിച്ചു. കഴിഞ്ഞ ദിവസം കാക്കനാടാണ് സംഭവം നടന്നത്. 15 വയസ്സുകാരനായ ഫർഹാൻ 25 അടിയോളം താഴ്ചയുള്ള കിണറ്റിലേക്ക് ചാടിയാണ് തന്റെ അനിയനെ രക്ഷപ്പെടുത്തിയത്. അവര് എല്ലാവരും സാധാരണ കളിക്കാൻ പോണ പോലെ പോയി. പെട്ടെന്ന് എല്ലാവരും കൂടി ഓടി വന്നിട്ട് പറഞ്ഞ് കരനോട് വന്നിട്ട് മുച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞ് നോക്കാൻ പറഞ്ഞു. ഉമ്മച്ചി പോയതിന്റെ പുറകെ തന്നെ ഞാനും പോയപ്പോ കുഞ്ഞാപ്പൂ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അടിക്കണം. തന്നെ ഉമ്മച്ചി പറഞ്ഞ് ഞാൻ അങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ ചാടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേണ്ട, ഞാൻ ചാടിക്കോളാം. അപ്പൊ തന്നെ എടുത്ത് ചാടി. അങ്ങനെ എടുത്ത് ഷോൾഡറിൽ വെച്ച് നിലത്ത് നിന്നിട്ട് ഷോൾഡറിൽ വെച്ച് പുറത്ത് തട്ടി. ഉമ്മച്ചി ചാടല്ലേ, ഞാൻ ചാടിക്കോളാന്ന് പറഞ്ഞു അവനെടുത്ത് ചാടുക ചെയ്തത്. അപ്പൊ ആദ്യം ഉമ്മച്ചിയാണ് ചാടാൻ നിന്നേ. ഞാൻ ഒരു കാലെടുത്ത് വച്ചായിരുന്നു. അപ്പോഴെന്നെ വലിച്ചിട്ട് ഉമ്മച്ചി ചാടല്ലേ, ഞാൻ ചാടിക്കോളാന്ന് പറഞ്ഞു അവൻ ചാടുക ചെയ്തത്. ചാടി അവന് കുഞ്ഞിനെ എടുത്തു തോളത്തിരുത്തി ഉമ്മച്ചി കരയല്ലേ, അവൻ സേഫാണ്, അവനൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്, ഉമ്മച്ചി കരയണ്ടെന്ന്. അപ്പോഴേക്കും എല്ലാവരും ഒച്ച ഇട്ടിട്ട് നാട്ടുകാരും അയൽവാസികളെല്ലാവരും വന്ന് കയറും കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വാപ്പി. അതിനിടയ്ക്ക് രണ്ടാമത്തെ മോൻ ഫോൺ വിളിച്ച്, അയൽവാസിയും ഫോൺ വിളിച്ച് പറഞ്ഞു വേഗം വാ കയറും കൊണ്ട് വന്നു. ഞാൻ വിചാരിച്ചപ്പോ ഇനിയിപ്പോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ കയർ കഴുത്തേക്ക് ഉരിയാന്നൊക്കെ വിചാരിച്ചു, കയറണമെന്ന് പറഞ്ഞപ്പോ. പിന്നെ അവിടുന്ന് വേഗം ഓടി ബൈക്കിന് വന്ന് ഓടി ഇവിടെ നോക്കിയപ്പോ അയൽവാസികള് നാട്ടുകാരെല്ലാണ്ട് കയറിട്ടിട്ടുണ്ട്, കസേരയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കുഞ്ഞിനെ കയറ്റാനായിട്ട്. അപ്പൊ വന്ന് നോക്കിയപ്പോ മൂത്ത ആള് ചാടിയിട്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, കൊച്ചിനെ പൊക്കി പിടിച്ച് സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം അത്യാവശ്യം ഇത്രയും ഉണ്ടായിരുന്നു, ഇങ്ങനെ തട്ട് പോലെ ആയിരുന്നു. ഒരു തട്ട് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ വെള്ളേക്ക് ഇരുന്നപ്പോ ഇത്രയും വെള്ളം ഉണ്ടായുള്ളൂ. നീന്തലറിയാം, ഞാൻ ഇവിടെ കുളത്തിലൊക്കെ പോവാറുള്ളതാണ്. അതെ. ഞാൻ പാറയുണ്ട അല്ലെ ആഴം ഒന്നും നോക്കിയില്ല, അവനെങ്കിലും എടുക്കണം, അത്രേ ഉള്ളൂ. ഈ ഒരു പരിസരത്താണ് കുഞ്ഞപ്പ എപ്പോഴും കളിക്കുന്നത്. ഇവിടെ എല്ലാം കളിക്കും, എല്ലായിടത്തും നിന്ന് കളിക്കാറുണ്ട്. അങ്ങനെ എത്തി നോക്കും, എങ്കിലും അങ്ങനെ എത്തി നോക്കാറില്ല. നമ്മളൊക്കെ ഉള്ളപ്പോഴാണ് അങ്ങനെ കളിക്കാറ്. അതുകൊണ്ട് പേടിയും ഉണ്ടായിരുന്നില്ല, കാരണം ഇവരുണ്ടെങ്കിലാണ് ഇവന് കൂടുതലും കളിക്കാൻ മുറ്റത്ത് നിൽക്കാറ്. അപ്പൊ അവര് നോക്കാറുണ്ട്. ചെറുതിലെ മുതൽ അവരുടെ കൂടെ തന്നെ അതിനെ അവര് നോക്കിക്കോളും. ആ ധൈര്യത്തിന് ഇരുന്നു. അല്ല, ഇപ്പൊ കിണറ്റില് ചാടി നോക്കുമ്പോ കുഞ്ഞാപ്പിനെ കാണാൻ പറ്റിയോ? കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കുഞ്ഞു മലന്ന് കിടന്നിട്ട് കൈയിട്ടടിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, അവനിങ്ങനെ അവന് അകത്തുനിന്ന് ഓടി വന്ന് തന്നെ ചാടുക ചെയ്തല്ല, അതിങ്ങനെ നോക്കി നിക്കേ അങ്ങനെ ആമാന്തിച്ച് നിക്കൊന്നും ചെയ്തില്ല. മുകളിലേക്ക് കയറി ചാടി, അത്രേ ഉള്ളൂ. പരിക്ക് ലിഗമെന്റിന്റെ അവിടെ ചെറിയൊരു ഗ്രോത്തിങ് പ്ലേറ്റിന്റെ അവിടെ ചെറിയ ക്രാക്ക്, അത്രേ മാത്രമേ ഉള്ളൂ. റെസ്റ്റ് 2 വീക്സ്. ഞാൻ ഇപ്പൊ 10th മേരി മാതയില്. ടീച്ചർമാര് പ്രിൻസിപ്പാൾ എല്ലാരും വന്നായിരുന്നു. പിന്നെ ഒരു നല്ലൊരു ഇതാണ്, ഇങ്ങനെയൊക്കെ എല്ലാരും ആവണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നിട്ട് ഇവന്റെ കാലിടിച്ചത് അറിയില്ലായിരുന്നു, മൂത്താളുടെ ചാടിയാളുടെ. അങ്ങനെ വേദന ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ ആള് വിറക്കണ്ടായിരുന്നു വെള്ളത്തിൽ കുറച്ചേരം നിന്നിട്ട്. അപ്പത്തേക്ക് പിന്നെ അവനെ സേഫ്റ്റി ബെൽറ്റ് എല്ലാം ആയിട്ട് കയറിന് കെട്ടി മേലെ കയറ്റി വിട്ടു. നാട്ടുകാരെല്ലാവരും ഹെൽപ്പ് ചെയ്ത് അവനെ കയറ്റി വിട്ട് അവിടെ ഇരുത്തി. പിന്നെ അപ്പോ വേറൊരു കോളേജ് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടി ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ അവിടെ റെസ്റ്റ് ചെയ്തു. എന്നാൽ പിന്നെ റിസ്ക് എടുക്കേണ്ട, വെറുതെ കയറാൻ കയർ കെട്ടിപ്പോന്ന വല്ല കുഞ്ഞ് പിന്നെ നിലത്തേക്ക് പോയാലും പേടിയായി. അപ്പൊ ഒന്ന് ഫയർഫോഴ്സ് ഞങ്ങളൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഫയർഫോഴ്സ് വന്നു. സേഫാണ്, ഞാൻ എടുത്തു വെച്ചു, അവനെ കളിപ്പിച്ചു, എല്ലാം കളിച്ചിട്ട് വെള്ളത്തിലേക്ക് കളിച്ചു, അവനോ നോർമലായി. അപ്പത്തേക്ക് ഒന്നും പ്രതീക്ഷിച്ച് എടുത്ത് ചാടൂന്നൊക്കെ വിചാരിച്ചു. കണ്ടപ്പോ ചിലപ്പോൾ പേടിച്ചു പോയിട്ടുണ്ടോ, കുഞ്ഞിനെ രക്ഷിക്കാനുള്ള മൈൻഡിൽ ചാടി കളഞ്ഞതാണ്. പിന്നെ അവന് കുളത്തിലൊക്കെ പോയിരുന്നു. അന്ന് ഞങ്ങൾ വഴക്കൂറിയായിരുന്നു, എടാ അപകടം വരും, നീന്താവൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നീന്തൽ പഠിച്ച് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ധൈര്യമാണെന്ന് അറിയില്ല, അവനെടുത്ത് ചാടി. 25 അടി താഴ്ചയുള്ള കിണറിലേക്ക് സ്വന്തം അനുജനെ രക്ഷിക്കാനായി ജീവൻ പോലും നോക്കാതെ എടുത്തു ചാടിയ ഫർഹാനാണ് ഇപ്പോൾ നാട്ടിലെ താരം. കാക്കനാട് താരമായി നിൽക്കുന്ന ഫർഹാനോടും ക്യാമറാമാൻ ലെവിയോടും ഒപ്പം അജിത്ത്.